ഹായ്, AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഒരു ഫാദർ ആൻഡ് ഡോട്ടർ കോംബോ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഡോക്ടർ ജയരാജ് ആൻഡ് ഡോക്ടർ സൂര്യ ജയരാജ്. ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടേഴ്സും ആണ്. ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഹെഡും ആണ് ഡോക്ടർ ജയരാജ്. അദ്ദേഹത്തിന്റെ മകളാണ് ഡോക്ടർ സൂര്യ ജയരാജ്. നമുക്ക് അവരോട് ചോദിക്കാം. സർ, മാം, ഒരു ഹോസ്പിറ്റലിലെ ജനറൽ സർജറി എന്ന് പറയുന്ന ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ്. പലർക്കും അറിഞ്ഞൂടാ അത് ആക്ച്വലി എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏതൊക്കെ കേസുകളാണ് അല്ലെങ്കിൽ പ്രൊസീജിയറാണ് ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ, എന്താണ് ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റ്? ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശസ്ത്രക്രിയയ്ക്ക് ബോഡിയിലുള്ള ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ കുറച്ചത് വളർന്നു വന്നപ്പോൾ കുറച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി അതിൻ്റെ കൂടെ ചേർന്നപ്പോൾ കുറച്ച് സെപ്പറേറ്റ് ചെയ്തു. ഒന്നത് ന്യൂറോ സർജറി, തലച്ചോറുമായി ബന്ധപ്പെട്ട കേസുകളത്. യൂറോളജി എന്ന് പറയുമ്പോൾ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ തൊറാസിക് കാർഡിയോവാസ്കുലർ സർജറി വേറെ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ബാക്കി ശരീരത്തിനകത്ത് എവിടെയൊക്കെ ആവശ്യമുണ്ട്, അസ്ഥിരോഗം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സർജറിയാണ് ജനറൽ സർജറി. അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്. ശരീരത്തിനകത്തുള്ള അവയവങ്ങൾ, ഉദാഹരണത്തിന് തൈറോയിഡ്, ബ്രസ്റ്റ്, അബ്ഡോമൻ, ഹെർണിയാസ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈവൻ ക്യാൻസർ വരെ ഉൾക്കൊള്ളുന്ന ഒരു വിശദമായ ഒരു സർജറി എക്സ്പോഷറാണ് ജനറൽ സർജറി വിഭാഗത്തിൽ ഉള്ളത്. സർ, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ജനറൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്നത്. സാറിന്റെ പ്രൊഫൈൽ ഞങ്ങൾക്കൊന്ന് അറിയാനായിട്ട് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ജേർണി ഒന്ന് പറയാം. ഞാൻ ആക്ച്വലി ഒരു 1984 മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തത്, സർജറി ഡിപ്പാർട്ട്മെന്റ്. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. അവിടെ നിന്ന് തന്നെ 2008 റിട്ടയർ ചെയ്യുകയും 2015 വരെ വീണ്ടും അവിടെ പ്രൊഫസറായിട്ട് വീണ്ടും നമ്മൾ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടാണ് ഉണ്ടായിരുന്നു. ആ ആശുപത്രിയുടെ സൂപ്രണ്ടൊക്കെ ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞ നീണ്ട 35 വർഷം, ഇപ്പോൾ ഏകദേശം 37 വർഷത്തോളം കാലമായി സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത് വരികയാണ്. അത്രയുള്ള എക്സ്പോഷർ കിട്ടി. പിന്നെ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും പല വിധത്തിലുള്ള ആളുകളും പല ജില്ലകളിൽ നിന്നും ചികിത്സ തേടി വരുന്നതാണ്. അവർക്കെല്ലാം തന്നെ നമുക്ക് സർജിക്കൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ഒത്തിരി സർജറീസ് ചെയ്ത് പല കാര്യങ്ങളും നേട്ടം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല രീതിയിലും പുതിയ നൂതനമായ സർജറി രീതികളും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയും നമ്മളും സ്വയം പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മാഡത്തിന്റെ അടുത്താണ്, അച്ഛന്റെ വഴിയിൽ തന്നെയാണ് മകളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം? ചെറുപ്പകാലം തൊട്ടേ ഡാഡി ഇങ്ങനെ പോകുന്നതും സർജറി കേസസിനെ പറ്റി പറയുന്നതും ഓരോരുത്തരെ രക്ഷപ്പെടുത്തുന്നതും എമർജൻസി കേസ് വരുന്നതും അതൊക്കെ എപ്പോഴും വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ അതായിരിക്കാം എനിക്ക് ബേസിക്കലി അതിനോടുള്ള ഒരു താല്പര്യം വന്നതും. പിന്നെ എൻട്രൻസ് എഴുതിയപ്പോഴും ആ ഒരു ഇത് കിട്ടിയപ്പോൾ പിന്നെ വേറൊന്നും നോക്കിയില്ല, അത് തന്നെ ഓക്കെ എന്നുള്ള രീതിയിൽ ഡാഡിയുടെ പാത പിന്തുടരാമെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ എടുത്തു. ഞാൻ MBBS ചെയ്തത് കൊച്ചിൻ മെഡിക്കൽ കോളേജിൽ, പിന്നെ വെല്ലൂരിൽ ഗവൺമെന്റ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MS ജനറൽ സർജറി. സർ, അപ്പോൾ ജനറൽ സർജറി എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് ഏതൊക്കെ വിഭാഗങ്ങളാണ്, ഏതൊക്കെ തരം ഡിസീസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ കേസുകളാണ് നമുക്ക് സാധാരണ നമ്മൾ ജനറൽ സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മോൾഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കഴുത്തിലുള്ള ഒരുപാട് കഴലകൾ, കഴുത്തുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, തൈറോയിഡ് രോഗങ്ങൾ, തൈറോയിഡ് സർജറീസ്, താഴോട്ട് ഇറങ്ങി വന്നാൽ നെഞ്ചുമായി ബന്ധപ്പെട്ട എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ആക്സിഡൻസ് ഒക്കെ വരുമ്പോഴുള്ള റിഫ്രാക്ചറുകൾ, അകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുക, വായു ക്ലോട്ട് കൊടുക്കുന്ന ആ സമയത്ത് ലൈഫ് സേവിങ് ആയിട്ടുള്ള സർജറികൾ. പിന്നെ വയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അന്നനാളം തൊട്ട് മലദ്വാരം വരെയുള്ള ആ ഒരു ട്യൂബിലുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും, ഉദാഹരണത്തിന് ക്യാൻസർ, അതല്ലാത്ത കാര്യങ്ങൾ, ബ്ലീഡിങ്, പെർഫറേഷൻ, ദ്വാരങ്ങൾ വീഴുക, പഴുപ്പ് വരിക, അപ്പൻഡിക്സ് ഒക്കെ പൊട്ടുക, അങ്ങനെ ലിവറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, പിത്തസഞ്ചിയിൽ പ്രശ്നം ഉണ്ടാക്കുക, സ്പ്ലീൻ എന്ന ചെറിയ കരൾ, മിക്കവാറും ആൾക്കാർക്ക് അറിയില്ല, ഇടത് ഭാഗത്ത് അങ്ങനെ ഒരു സാധനം ലിവർ സ്പ്ലീൻ, ആ സ്പ്ലീനിലുണ്ടാകുന്ന അസുഖങ്ങൾ, അങ്ങനെയുള്ള പിന്നെ ഹെർണിയാസും, പിന്നെ വാരിക്കോസ് വെയിൻ, കാലിലുള്ള പ്രശ്നങ്ങൾ, ഒരുവിധപ്പെട്ട ബോഡിയിലുള്ള സ്ട്രക്ചറുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ എക്സെപ്ഷൻ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഉള്ള അസുഖങ്ങൾക്ക് വേണ്ടി സർജിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിന് ചെയ്യുന്ന സർജറിയാണ് ജനറൽ സർജന്മാർ ഏറ്റെടുത്തിരിക്കുന്നത്. സർ, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് സർജറിക്ക് വിധേയമാകുന്നത്? അത് നമ്മൾ പേഷ്യൻ്റെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വെച്ചായിരിക്കും. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ പെട്ടെന്നൊരാൾ
ചെറുപ്പക്കാരനെ ഒരു കുട്ടി വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ പല കാരണങ്ങൾ നമ്മളുണ്ട്. അത് ക്ലിനിക്കലായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞതിന് ശേഷം ഒരു കൺഫർമേഷനും വേണ്ടിയും കൂടുതൽ പേഷ്യൻറ്റിനും ബൈസ്റ്റാൻഡേഴ്സിനും കൺവിൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആവശ്യമുള്ള ചില ഇൻവെസ്റ്റിഗേഷൻസ്, ഉദാഹരണത്തിന് അൾട്രാസൗണ്ട് എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സ്റേ എക്സാമിനേഷൻ അല്ലെങ്കിൽ CT സ്കാനൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ഡയഗ്നോസിലെത്തും. ആ ഡയഗ്നോസിന് സർജറി ആവശ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി സർജറി ചെയ്ത് അവരെ രക്ഷപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2023 ജനുവരി തൊട്ട് ഈ ഡിസംബർ വരെ ഏകദേശം നമ്മൾ ഒരു 80ഓളം അപ്പൻഡിസിക്ടമി ഇവിടെ ഈ നമ്മളെ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയതും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്തതുമായ ഏകദേശം ഇന്നലെയും നമ്മൾ ഒരു എമർജൻസി അപ്പൻഡിസിക്ടമി ചെയ്യും. അങ്ങനെ അത് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള സർജറി ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഒരുപക്ഷെ ഈ ഇടയ്ക്ക് നമ്മൾ പത്രത്തിൽ വായിക്കുന്നവർക്ക് മനോരമയിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു കുട്ടി വയറുവേദന വന്നു ഹോസ്പിറ്റലിൽ പോയി, കുഴപ്പമില്ലാതെ പറഞ്ഞ് വിട്ടു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വേദന കൂടി തിരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഓൺ ദ വേ ആ കുട്ടി മരണപ്പെട്ടു. അപ്പൻഡിക്സ് പൊട്ടി പഴുത്ത് അത് ഗുരുതരമായ സെപ്റ്റിസീമിയ എന്ന രസത്തിലേക്ക് പോയി. നമുക്ക് ഇത്രയും സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് വളരെ വേദനയോടെ നമ്മൾ ഓർക്കണം. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി പേരൻസും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള അത് കണ്ടുപിടിച്ചതിനുള്ള ചികിത്സ കൊടുക്കണം. നമുക്കിവിടെ അത് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് കുടല് പൊട്ടാം, ആമാശയം പൊട്ടാം, കുടല് ഡാമേജ് ആകാം. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള കേസുകളാണ് സർജറി. ഫുള്ളി ലൈഫ് സേവിങ് ആണ്. ഇവിടെ തന്നെ നമ്മൾ പല കേസുകളും നമ്മൾ വളരെയധികം നീണ്ട സർജറി ചെയ്ത് രക്ഷപ്പെടുത്തിയ ഒത്തിരി കേസുകൾ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് എക്സാമ്പിളായിട്ട്.